വിഷയത്തെ അവഗണിക്കുന്നു എന്നതല്ല, ഒന്നരായ ഉസ്താദിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വളരെ ഗൗരവത്തോടുകൂടെ ഈ സമുദായത്തിന്റെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് ഈ സമുദായം അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. പിതാവ് നഷ്ടപ്പെട്ട വേദന, ഉള്ളിലൊടുക്കി കഴിയുന്ന സമുദായത്തിന്റെ വേദന ഇതൊരു ദൗർബല്യമായിട്ട് കാണരുതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ മുമ്പിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ തന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ എല്ലാ കാലത്തും വിശ്വാസമർപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ജനായത്ത സംവിധാനത്തിന്റെ കൂടെ നിന്നിട്ട് രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട, കഠിനാധ്വാനം ചെയ്ത ഒരു സമുദായത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ് അറുകൊല ചെയ്യപ്പെട്ടിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഇന്നും പിടികൂടാനായിട്ടില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ബ്രിട്ടീഷുകാരന്റെ ഈ തുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിലും പീരങ്കികൾക്ക് മുമ്പിലും കുപ്പായം ധരിക്കാതെ പെരുമാറ് കാണിച്ചിട്ട്, നെഞ്ച് കാണിച്ചിട്ട്, വെക്കട വെടി, അടിമരാജ്യത്ത് ജീവിക്കാൻ എന്നെ കിട്ടുക എന്ന് പറഞ്ഞ അന്തസ്സുള്ള മാപ്പിള മക്കളുടെ പിൻതലമുറക്ക് പ്രിയപ്പെട്ട നേതാവിന്റെ കൊലപാതകത്തിന്റെ കുട്ടാളുകള് സമൂഹത്തിൽ വരച്ചു നടക്കുമ്പോ വെറുതെ ഇരുന്ന് നോക്കിക്കാണാവില്ലാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ കാത്തു നിൽക്കുകയാണ്. നിയമം പുലരുന്ന ഒരു നിമിഷം വരും. അതോടൊപ്പം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, ഇഫ് ജസ്റ്റിസ് ഈസ് ഡിലൈഡ്, ജസ്റ്റിസ് ഈസ് ഡിനൈഡ്. വൈകി വരുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന നിമിഷം ഈ സമുദായത്തിന്റെ വികാരം അതെങ്ങാനും അണപ്പൊട്ടിയാൽ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഈ സമുദായത്തെ പ്രതിരോധിച്ച് നിർത്താൻ മാത്രം പര്യാപ്തമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊതുസമൂഹം ഏറെ ആദരവോടെ കണ്ടിരുന്ന മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും ഏറ്റവും വലിയ മുന്തിയ പരിഗണന നൽകിയിരുന്ന പ്രഗത്ഭനായ നേതാവ് ഉസ്താദ് നേതൃത്വം നൽകിയിരുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ സന്നദ്ധദാന മഹാസമ്മേളനം ചട്ടഞ്ചാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഗ്‌രിബിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് വരാനിരിക്കുന്ന വന്യരായ തോക്ക ഉസ്താദാണ് ഇന്ന് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പ്രസിഡന്റ്. തോക്ക ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ സ്ഥാപനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 10-15ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ മാസവും ശമ്പളം കൊടുക്കാനായിട്ട് മാത്രം മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന് 12 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്നുണ്ട്. വെറും ശമ്പളം കൊടുക്കാൻ സമുദായത്തിലെ നിസ്വാർത്ഥരായ ആളുകൾ